ഈ വീക്കിലെ ഈ ആഴ്ചയിലെ പവർ ടീം ഏറ്റവും മോശം പവർ ടീമാണോ? അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ? കുറച്ച് ഓവറാക്കി ഷോ കാണിച്ചില്ലേ? പിന്നെ എന്തിനാണ് പവർ ടീം എപ്പോഴും ഡെന്നിനെ ടാർഗറ്റ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് സിബിൻ എന്ന് പറയുന്നുണ്ട് അൺഫെയർ ആയിട്ട് ഞാൻ കളിക്കും. നാളെ നോക്കിക്കോ, ഡെൻ ഒരിക്കലും അടുത്ത പവർ ടീം ആകാൻ പാടില്ല. അതിന്റെ പിറകിൽ ഒരു ഗെയിം ഉണ്ട്. പവർ ടീം ടാർഗറ്റ് ചെയ്യുന്നത് ഡെൻ ടീമിനെയാണ്. എന്നാൽ ജബ്രി, അതായത് ജാസ്മിൻ ഗബ്രി കോംബോ ഒരു കോർണറിംഗ് കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് എല്ലാവരും കൂടി അവരെ ടാർഗറ്റ് ചെയ്ത് കോർണർ ചെയ്യുകയാണെന്നുള്ള സംഭവം ഇന്നലെയും ഇന്നും കൂടി അവർ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അതിലവർ വിജയിച്ചിട്ടുണ്ട്. ഓവറായിട്ട് അവരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെ ബാക്കിയുള്ളവർ നെഗറ്റീവ് ആകുമോ? പിന്നെ നിസാരം ഒരു ഫുഡിന്റെ പേരിൽ എന്തിനാണ് ഇത്ര വഴക്ക്? പിന്നെ ജിൻഡോയുടെ കോർട്ട് റൂം, ജിൻഡോയ്ക്കെതിരെയുള്ള ആരോപണത്തിൽ ഒരുപാട് പേർ ജിൻഡോയുടെ കൂടെ നിന്ന് ജിൻഡോയെ കുറ്റവിമുക്തനാക്കി. ഇതൊരു കൂട്ടുകളിയല്ലേ? അത് മാത്രമല്ല, ഇന്ന് കുറേ കാര്യങ്ങൾ നടന്നു. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് പേരുടെ ഭാഗത്ത് തെറ്റും ശരിയുമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലതൊക്കെ ഗെയിമിന്റെ അടിസ്ഥാനത്തിലാണ്. ഗെയിമിന്റെ കാര്യം വരുമ്പോഴത്തേക്കും അവരവരുടെ ഗെയിമാണത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഗെയിം ഉള്ള ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മളിവിടെ ഞാനിവിടെ അവരുടെ ഗെയിമുകൾ എനിക്ക് തോന്നിയ ഗെയിമുകൾ പല കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് ഞാൻ പ്രസന്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, നിലവിലെ പവർ ടീം. ഈ പവർ ടീം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു ഒടുക്കത്തെ ട്രാപ്പാണ്. ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ട്രാപ്പാണത്. അത് ഈ സീസണിന്റെ ഒരു പ്രത്യേകത, വളരെ നല്ലൊരു കോൺസെപ്റ്റാണത്. കാര്യം പറഞ്ഞാൽ ഓരോ ടീമും ഓരോ ആഴ്ച മാറിക്കൊണ്ടിരിക്കും. അപ്പം നിലവിൽ ഒരാൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. കാര്യം ഓരോ ആൾക്കാർ ഗ്രൂപ്പ് മാറിയിരിക്കും. അപ്പൊ ഗ്രൂപ്പിൽ പിടിച്ച് അവിടെ ഇരുന്ന് ഗ്രൂപ്പ് പിടിച്ച് കോംബോ അടിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഒരു ഗ്രൂപ്പിലുള്ള ആൾ തന്നെ സുഹൃത്തുക്കൾ തന്നെ മാറി വേറെ ഗ്രൂപ്പിൽ വരികയും അവർക്ക് ഓപ്പോസിറ്റ് കളിക്കേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ ഈ പവർ ടീമും ഇതുമൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ പവർ ടീം എന്ന് പറഞ്ഞാൽ വലിയൊരു ചതിക്കുഴിയാണ്. അതിനകത്ത് നോമിനേഷൻ ഫ്രീ എന്ന് പറഞ്ഞ സംഭവമേ ഉള്ളൂ. പിന്നെ കുറച്ച് ലക്ഷറി ഐറ്റംസ് കിട്ടും. ഇതല്ലാണ്ട് അത് ഒടുക്കത്തെ ട്രാപ്പാണ്. അതിൽ പോയി കഴിഞ്ഞാൽ അവരെല്ലാവരും നെഗറ്റീവായിട്ടേ ഉള്ളൂ. ഓരോ ആഴ്ചയും അതിൽ പോകുന്ന ആൾക്കാർ നെഗറ്റീവ് ആവും. കഴിഞ്ഞ ആഴ്ച അപ്സര പോയിട്ട് ചെറിയ ഒരു അസംബ്ലി വിളിച്ച് ഇങ്ങനെ കാണിച്ചതിന് നെഗറ്റീവായ ആളാണ് അപ്സര. ഈ ആഴ്ചത്തെ പവർ ടീമിൽ പറയണ്ട, വൈൽഡ് കാർഡുകൾ സിബിൻ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ നെഗറ്റീവ് ആകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അവർ നല്ല ഓവറായിട്ട് കളിക്കുന്നുണ്ട്, ഓവർ യൂസ് ചെയ്യുന്നുണ്ട്. പവർ ഇന്ന് അവർ മിസ്യൂസ് ചെയ്തു. ആവശ്യമില്ലാണ്ട് ലോക്കും ചെയ്ത് ആ പവറിനെ മിസ്യൂസ് ചെയ്ത് സത്യം പറഞ്ഞാൽ ക്യാപ്റ്റനെ അവർ ചെറുതായിട്ട് കണ്ടു. അവസാനം ജിൻഡോ വന്ന് പറഞ്ഞിട്ടാണ് ഡോർ അൺലോക്ക് ചെയ്ത് കൊടുത്തത്. അപ്പൊ ചില കാര്യങ്ങളിൽ അവർ വളരെ മോശമായിട്ട് ആ പവർ മിസ്യൂസ് ചെയ്തു. പക്ഷെ അവർ ആ പവർ യൂസ് ചെയ്യുകയും ചെയ്തു ചില കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ. പിന്നെ അവർ അടുത്ത പവർ ടീം ഒരിക്കലും ഡെൻ ടീം ആവരുതെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സിബിൻ. അപ്പൊ സിബിന്റെ അവിടുത്തെ പവർ ടീമിന്റെ ഗെയിമാണത്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഗബ്രീനെ ഡെൻ ടീമിലെ എല്ലാവരെയും അവർക്ക് നോമിനേഷനിൽ കൊണ്ടുവരണം. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ പവർ ടീമിന് അടുത്ത ആഴ്ചത്തെ പവർ ടീം അവരെ സ്വാധീനിച്ചിട്ട് ഇവർ ഗബ്രീനെ ഡയറക്റ്റ് നോമിനേഷനിൽ കൊണ്ടുവരും. അതേപോലെ തന്നെ പഴയ ഡെൻ ടീമിലുള്ള അർജുൻ, റസ്മിൻ, അപ്സര. റസ്മിനൊക്കെ നോമിനേറ്റഡ് ആയ ദിവസം പോലും മറന്നുപോയി. 3-4 ആഴ്ച ആ കുട്ടി സേഫ് ആയിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ കൂട്ടത്തോടെ നോമിനേഷനിൽ കൊണ്ടുവരാനാണ് ഇപ്പോഴത്തെ പവർ ടീം. ഡെൻ ടീമിനെ ഒരിക്കലും പവർ ചാലഞ്ച് ജയിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഈ സിബിൻ അവിടെ ഇവിടെയും പറഞ്ഞ് നടക്കുന്നത്. അത് പുള്ളിക്കാരൻ പറഞ്ഞു നടക്കുന്നതുകൊണ്ടാണ് പുള്ളിക്കാരൻ നെഗറ്റീവ് ആവുന്നത്. അത് പറയാതെ ഉള്ളിൽ വെച്ച് കളിച്ചിരുന്നെങ്കിൽ നെഗറ്റീവ് ആവത്തില്ലായിരുന്നു. ഇത് പറഞ്ഞു നടക്കുന്നുണ്ട്, പ്രേക്ഷകർ അത് കാണുകയും ചെയ്യുന്നു. അവിടെ പറയുന്നു, ഇവിടെ പോയിട്ട് കുഴപ്പമൊന്നുമില്ല, വളരെ സൂപ്പറായിട്ട് നിൽക്കുന്നു. അങ്ങനെ പറയുമ്പോഴാണ് സിബിൻ അവിടെ നെഗറ്റീവ് ആവുന്നത്. പക്ഷെ സിബിന്റെ പക്ക ഗെയിമാണ്. നാളത്തേക്ക് സിബിൻ പറയുന്നുണ്ട്, ഇപ്പൊ എല്ലാവരും ഈക്വൽ സ്കോറിലാണ് നിൽക്കുന്നത്. ഡെന്നും നെസ്റ്റും ടണലും ഈക്വൽ സ്കോർ നിൽക്കുകയാണ്. അപ്പം സിബിൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്, നാളെ ഞാൻ അൺഫെയർ ആയിട്ട് കളിക്കും. ഡെൻ ഒരിക്കലും പവർ ടീം ആവാൻ പാടില്ല. ഡെൻ ടീമാരാണ് ഗബ്രി, റസ്മിൻ, അതേപോലെ അർജുൻ, അപ്സര. ഇത്രയും പേരും ഇനി പവർ ടീമിൽ കയറരുത്, അവരെ ഡയറക്റ്റ് നോമിനേഷനിൽ ഇടണം എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഇത് അവരുടെ ഗെയിമാണ്. പക്ഷേ ഇതിനെ പ്രേക്ഷകർക്ക് വേണമെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കാം, പോസിറ്റീവായിട്ട് എടുക്കാം. ഇനി അടുത്ത കാര്യം നമ്മുടെ ജബ്രികളുടെ കാര്യം. ജാസ്മിൻ ഗബ്രി ഒടുക്കത്തെ ഗെയിം പ്ലാനാണ് അവർ കളിക്കുന്നത്. പിന്നെ ഇന്ന് സിബിന്റെ ഭാഗത്ത് ഒരു നെഗറ്റീവ് വന്നത് മൈക്ക് ധരിച്ചിട്ടില്ല. അത് സിബിന് പണി കിട്ടും. ഇനി അടുത്ത കാര്യം പറഞ്ഞാൽ ഒടുക്കത്തെ ഗെയിം പ്ലാനാണ് ജാസ്മിനും ഗബ്രിയും കളിക്കുന്നത്. അതായത് ഒരു കോർണറിംഗ് കാർഡ്. അവർക്ക് മനസ്സിലായി പുറത്ത് അവർ നെഗറ്റീവ് ആണെന്നുള്ളത്. ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്നത് അവർ സിബിനിലൂടെയാണ്. കാര്യം സിബിൻ ഇവിടെ ഓവറായിട്ട് അല്ലെങ്കിൽ കളിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും അവർ കയറി പിടിക്കും. വീട്ടിലെ എല്ലാ വഴക്കുകളിലും അവർ കയറി പിടിക്കും. അത് ഇന്നലെ രാത്രി തൊട്ട് കാണാൻ തുടങ്ങി.
പവർ ടീം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കോർട്ട് റൂം നാളെ രാവിലെയാണ് വെക്കുന്നത്, ഇന്നിപ്പോൾ വയ്യാന്ന്. പക്ഷേ ഇന്നലെ രാത്രി മുഴുവനും ജാസ്മിൻ അവരുടെ പുറകെ നടന്നിട്ട് എന്താ വെക്കാത്തതെന്ന് പറഞ്ഞ് എക്സ്പ്ലനേഷനും ക്ലാരിഫിക്കേഷനും കൊടുത്തോണ്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ജോലി ചെയ്യില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബാത്റൂം ക്ലീൻ ചെയ്യാതെ നടന്നതും. ജിൻഡോ പോയി ചോദിച്ചു, അതേപോലെ നമ്മുടെ ആരാണ് സിബിൻ പോയി ചോദിച്ചപ്പോഴും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിബിൻ പറഞ്ഞു ഓക്കെ, എന്നാൽ പിന്നെ നമ്മൾ ഒന്നും ഒരു ജോലിയും ചെയ്യാണ്ട് ഇവിടെ നമ്മുടെ ഔദാര്യത്തിൽ കഴിയല്ലേ, ഇവിടെ എല്ലാവരും ജോലി ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. ഈ സംഭവം വഴക്കുകളൊക്കെ വന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോഴാണ് ഗബ്രി ഇവിടെ എടുത്തിരുന്നത് നമ്മളെ രണ്ടുപേരെയും നിങ്ങൾ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുകയാണ്, നമുക്കെതിരെ നിങ്ങൾ കളിക്കുകയാണ്, സിബിനെ ഇതിനകത്ത് രാജാവാക്കി വെക്കുകയാണ്. കാര്യം അവസാനം സിബിനെ വെറുക്കാൻ വേണ്ടിയിട്ടാണ് സിബിനെ ഇതിനകത്ത് രാജാവാക്കി ഗബ്രി വെക്കുന്നത്. സിബിനെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. വളരെ 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 ഇന്റലിജന്റ് മൂവാണ് ഗബ്രി ഇവിടെ കളിക്കുന്നത്. അപ്പം വീട്ടുകാരൊക്കെ നിങ്ങളുടെ രാജാവല്ല, ഒന്നുമല്ല. 12 ആദ്യം പറഞ്ഞത് 10-2 എന്നാണ്, പക്ഷേ പിന്നെ പറഞ്ഞത് 12-7 എന്നാണ്. ആ 12-7 7 പേരെന്ന് പറഞ്ഞാൽ ഗബ്രിക്ക് ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു അത് 10 ആണെന്ന്. കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീധുവിനെയും നോറയും ഗബ്രിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ 7 പേര് അവിടെ കൺഫേംഡ് അവരുടെ കൂടെ നിൽക്കുകയാണ്, ഗബ്രിയുടെ കൂടെ ഇപ്പോഴത്തേക്ക്. അതിന് നോറയും ശ്രീധു എപ്പോൾ വേണമെങ്കിലും മാറാം. ഇപ്പം ഗബ്രിയുടെ കൂടെ ഉള്ളത് ശ്രീധു, അർജുൻ, ഗബ്രി, നോറ, അപ്സര, ജാസ്മിൻ, റസ്മിൻ, ഇവരൊരു ഗ്രൂപ്പും ഗബ്രി പറഞ്ഞത് ബാക്കി എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ്, 12 പേരും വേറൊരു ഗ്രൂപ്പുമാണ്. ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് നിങ്ങളെ ആക്രമിക്കണം എന്നാണ് ഗബ്രിയുടെ ഗെയിം. ആ സ്ട്രാറ്റജിയാണ് ഗബ്രി ആക്കിയെടുക്കുന്നത്. പക്ഷേ നിലവിൽ ഗബ്രി ജാസ്മിനെയും ഗബ്രീനെ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അവർ രണ്ടുപേരും ഒന്നിച്ച് കളിക്കുകയും ബാക്കിയുള്ളവരെ ആക്രമിക്കുകയും അവരെ ടാർഗറ്റിങ് ചെയ്തു തരാൻ അവരുടെ ഗെയിം പ്ലാൻ അതിലവർ വിജയിച്ചിട്ടുണ്ട്. അവർ വിജയിച്ച് വരുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ സിബിനൊക്കെ ഇപ്പൊ അവരെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. സിബിൻ ജാസ്മിനെ അല്ല ടാർഗറ്റ് ചെയ്യുന്നത്, ഗബ്രീനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഗബ്രീനെയാണ് ഇവിടെ ടാർഗറ്റ് ചെയ്തത്. അത് ഒരുപാട് ടാർഗറ്റിംഗ് നമ്മൾ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഇവരോട് തന്നെ ഒരു സിമ്പതി തോന്നുകയും സിബിനോട് നെഗറ്റീവ് തോന്നുകയും അത് തോന്നി തുടങ്ങിയിട്ടുമുണ്ട്. ഗബ്രിയുടെ പ്ലാൻ വിജയിച്ചിരിക്കുകയാണ്. പകുതി വിജയിച്ചിരിക്കുകയാണ്. ഇനി ബാക്കി അടുത്ത ആഴ്ച പവർ ടീമിൽ ആരാണോ വരുന്നത് അവരുടെ മണ്ടയ്ക്കായിരിക്കും എല്ലാവരും പോകാൻ പോകുന്നത്. ആര്? പ്രേക്ഷകർ. അവരുടെ മണ്ടയ്ക്കായിരിക്കും ബാക്കി അടുത്ത പവർ ടീം. ഇനിയിപ്പം അടുത്ത പവർ ടീം നമ്മുടെ സായി ഇന്ന് നല്ല ഉഗ്രനായിട്ട് കളിച്ചു, അഭിഷേക് കളിച്ചു, ഗബ്രി ഉഗ്രനായിട്ട് കളിച്ചു. 3 പേര് നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. സായിയാണ് ജയിച്ചത്. അപ്പൊ സായിയുടെ ടീമാണ് അടുത്ത ആഴ്ച പവർ ടീമെങ്കിൽ പെട്ട്. അടുത്ത ആഴ്ച എയറിലാകാൻ പോകുന്നത് സായിയുടെ ടീമാണ്. ഇനി ഗബ്രിയുടെ ടീമാണ് പവർ ടീമിൽ വരുന്നെങ്കിൽ അവർ ഇരട്ടി ഓൾറെഡി നെഗറ്റീവാണ് ഗബ്രി, പിന്നെ നെഗറ്റീവ് ആവാൻ പോണത്. ഇനി നിലവിലെ പവർ ടീം തന്നെയാണ് അടുത്ത പവർ ടീം എങ്കിൽ തീർന്ന് അവരും ഇരട്ടി നെഗറ്റീവ് ആവും. അപ്പം ഇനി അടുത്ത് വേറൊരു സംഭവം നടന്നത് അങ്ങനെ ഗബ്രിയുടെ പ്ലാൻ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയിച്ച് വരികയാണ്. പോരാളികളായിട്ട് ജാസ്മിനും ഗബ്രിയും ഒറ്റയ്ക്ക് ബാക്കിയുള്ളവരൊക്കെ മാറി നിൽക്കുന്നു. എല്ലാവരും കൂടെ അവരെ അറ്റാക്ക് ചെയ്യുന്നു. ആ രീതിയാണ് ഇവരുടെ ഗെയിം പോണത്. ഇനി വേറൊരു ഗെയിം ഇന്ന് രാവിലെ നടന്ന ഭക്ഷണത്തിന്റെ കാര്യം. സത്യം പറഞ്ഞാൽ ഫുഡിന്റെ കാര്യം, ജാസ്മിന് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്സര, ഗബ്രിയാണ് എടുത്തു വെച്ചത്. അത് രാവിലെ കളയേണ്ടി വന്നു. സില്ലി കാര്യം. ഓക്കെ ശരി, ഞാൻ കാരണം എൻ്റെ ഫുഡ് ഞാൻ കണ്ടില്ല, അത് മാറ്റി വെച്ചേക്ക്, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇതിനെ അവരെടുത്ത് പിടിച്ച് ഭയങ്കര വഴക്കാക്കി ഔദാര്യം എടുത്തിട്ടു. അത് ഇവരുടെ ഒരു മാസ്റ്റർ ഗെയിം, അതും ഗെയിം പ്ലാൻ തന്നെയാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും. ഇത്രയുള്ള കാര്യത്തിനെ വലുതാക്കി, ഒരു സോറി പറയേണ്ട കാര്യമുള്ളൂ, അതിനെ വലുതാക്കി ഇത്രയും പ്രശ്നമാക്കി അത് പല രീതിയിലേക്ക് പോയി. അങ്ങനെ അതിനെ ഭയങ്കര സംഭവമായിട്ട് കൊണ്ടുവരികയും ജാസ്മിനും ഗബ്രി ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ശരണ്യ ഇന്ന് ഇവിടെ തുറന്നു പറഞ്ഞു ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഫേവേഴ്സും കിട്ടുന്നത് നിങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത്, വേറെ ആർക്കും കിട്ടിയിട്ടില്ല. നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് കോമൺ സെൻസ് ഉണ്ടെന്ന് പല കാര്യങ്ങളും ഇന്ന് വീട്ടുകാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടുകാർക്ക് നല്ല വിഷമമുണ്ട്, അതിലും നല്ല വിഷമമുണ്ട്. ഇനി അത് അടുത്ത് പറയാനുള്ളത് ഗബ്രിയുടെയും ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ജിൻഡോയുടെ ഗ്യാസ് വിടൽ. ഒന്നും പറയാനില്ല. എൻ്റെ ജിൻഡോ വളരെ മോശമായിപ്പോയി. സത്യം പറഞ്ഞാൽ നമുക്ക് ആദ്യം ചിരി വരും, പക്ഷെ അത് ചെയ്യാൻ പാടില്ല. അത് ഓപ്പോസിറ്റ്. ഇപ്പം അത് കേട്ട നോറയ്ക്ക് അപമാനകരമാണ്. ബാക്കി നമുക്കൊക്കെ ചിരി വരും, പക്ഷെ അത് കേൾക്കുന്ന അത് ആർക്ക് മേലെയാണോ പോയിട്ടുള്ളത് അവർക്ക് അപമാനമാണ്. അപ്പം അത് ശരിയായില്ല, അത് പണി കിട്ടുമെന്ന് മനസ്സിലാക്കി അൻസിബ പോയി പറഞ്ഞു, ജിൻഡോ പോയി സോറി പറഞ്ഞു. അല്ലെങ്കിൽ നോറ അത് 100 ദിവസം വരെ കൊണ്ടുപോകുമായിരുന്നു. ഇനി അടുത്തത് കോർട്ട് റൂം. ഇന്ന് നടന്ന കോർട്ട് റൂം BB+ലാണ് കാണിച്ചത്. ഇത് ഇന്നലെ രാത്രി നടക്കാനിരുന്നതാണ്, പക്ഷെ അവർ മാറ്റി വെച്ചു. അതിനായിരുന്നു ഇന്നലെ രാത്രി മൊത്തം വഴക്കും ബഹളവും പട്ടിണി കിടപ്പും പണി ചെയ്യാത്തതും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ആ കോർട്ട് റൂം രാവിലെ നടത്തി. അവർ ഭൂരിപക്ഷമാണ് എടുത്തത്. ഭൂരിപക്ഷം എടുത്തപ്പോൾ 7-8 വോട്ടാണ് കിട്ടിയത്. ജിൻഡോയ്ക്ക് 8 പേര് ജിൻഡോയുടെ കൂടെ നിൽക്കുകയും 7 പേര് ഗബ്രിയുടെ കൂടെ നിൽക്കുകയും ചെയ്തു. കറക്റ്റ് 7 പേര് ഗബ്രിയുടെ കൂടെ നിന്നു. അപ്പോൾ ആ ആൾക്കാർ തന്നെയല്ല, വേറെ ആൾക്കാരാണ് നിന്നത്. എന്നാലും 8 വോട്ടോട് കൂടി ജിൻഡോ ചെയ്തു. അപ്പോൾ ഈ 8 വോട്ട് എന്ന് പറഞ്ഞാൽ ഇത് പറയാനുള്ള കാരണം ഈ വേറെയും പല മോശമായ വാക്കുകൾ പല രീതിയിൽ നടന്നിട്ട്, അപ്പോൾ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും എഗൻസ്റ്റ് അവിടെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ജിൻഡോയുടെ കൂടെ ആൾക്കാർ നിന്നത്. അതെ, അവരെല്ലാവരും കൂടെ ഒത്തുകളിച്ച് ജിൻഡോനെ കുറ്റവിമുക്തനാക്കിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം ജാസ്മിനും ഗബ്രിയും
ജാസ്മിൻ്റെ എഗൻസ്റ്റ് ആയിട്ട് അവിടെ കണ്ടസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ജിൻഡോയ്ക്ക് വോട്ട് കിട്ടി, ജിൻഡോയിനെ കുറ്റവിമുക്തനാക്കിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളത്. നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. നാളെ അൺഫെയർ ആയിട്ടാണ് കളിക്കുന്നത് സിബിൻ പറഞ്ഞിരിക്കുന്നത്. അൺഫെയർ ആയിട്ട് കളിക്കുന്നത് ഹിന്ദി ലെവലിലൊക്കെയാണ് കളിക്കുന്നത്. ഡയറക്റ്റ് പറയാണ് അൺഫെയർ ആയിരിക്കും എന്ന് പറഞ്ഞു കളിക്കുകയാണ്. അൺഫെയർ ആണ് ഞാൻ എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് കളിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ മലയാളം ബിഗ് ബോസിൽ. സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും നന്മമരം ചമയുകയും അയ്യോ അവക്ക് വിട്ടുകൊടുക്ക് എന്ന് പറഞ്ഞ് പ്രേക്ഷകരുടെ മുന്നിൽ പ്രീതി പിടിച്ചു പറ്റാം എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അൺഫെയർ ആയിരിക്കും ഞാൻ എന്ന് പറഞ്ഞ് കളിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദ്യമായിട്ടാണ് മലയാളം ബിഗ് ബോസിൽ കാണുന്നത്. ഹിന്ദിയിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ മലയാളം ബിഗ് ബോസിൽ നമുക്ക് നോക്കാം സിബിൻ്റെ ഗെയിം എവിടം വരെ പോകുന്നുള്ളത്. സിബിൻ്റെ ഡെന്നിനെ തകർക്കാൻ പറ്റൂല്ലെന്ന് നോക്കാം. ഇത് പക്ക ഗെയിമാണ്. പക്ഷേ സിബിൻ ഇതിനകത്ത് നെഗറ്റീവ് ആവാനുള്ള ചാൻസ് കാണും. കാരണം നമ്മുടെ ഓഡിയൻസിന് ഇതൊന്നും പറ്റത്തില്ല. ഇങ്ങനത്തെ അൺഫെയർ പറഞ്ഞ് കളിക്കുന്നതും അതൊന്നും നമ്മുടെ ഓഡിയൻസിന് ആയിട്ടില്ല. അവർക്ക് ഈ ഇമോഷണൽ ആയിട്ടുള്ള ഗെയിമും അവിടെ ഇരുന്ന് കരയുന്നു പാവം ആ കോംബോ എന്ത് രസമാണ് അവരെ കാണാൻ. ഒന്നിച്ചിരിക്കുമ്പോൾ അയ്യോ എന്തൊരു കോംബോയാണ്. അങ്ങനെയൊക്കെ കാണുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. അങ്ങനെയൊക്കെ അവർക്ക് അറിയുള്ളൂ. ഇങ്ങനെയുള്ളതൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ മിക്കവാറും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിബിൻ നെഗറ്റീവ് ആവാനുള്ള ചാൻസുകളും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ ഏപ്രിൽ 17 എപ്പിസോഡാണ്. പക്ഷേ ഇന്നലത്തെ രാത്രി തൊട്ട് കാണിച്ചു തുടങ്ങിയാണ് 10:45 രാത്രി. അൻസിബ വന്ന് വിളിക്കുകയാണ്. ജാസ്മിനും ഗബ്രിയും ഒറ്റയ്ക്ക് ആ കട്ടിലിരിക്കുകയാണ്. ജാസ്മിൻ ബാത്റൂം ക്ലീൻ ചെയ്യാൻ വരുന്നില്ലേ? ഇല്ല. ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഓക്കെ ശരി. അപ്പോൾ അൻസിബ പറഞ്ഞ് പൂജ പോയിട്ട് ജാസ്മിൻ ബാത്റൂം കഴുകുന്നില്ല. കഴുവണ്ട സാരമില്ല, ജോലി ഭക്ഷണം കഴിച്ച് കിടന്നോട്ടെ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെയും അപ്പം ജാസ്മിൻ ഗബ്രിയോട് എന്നോട് സിബിൻ പറഞ്ഞായിരുന്നു ഒന്നും ചെയ്യണ്ടെന്ന്. ഞാനൊന്നും ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പം അൻസിബ വന്ന് സിബിൻ്റെ അടുത്ത് അതെ അവള് മുഖം കൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. ഇനിയിപ്പോൾ എന്നോട് മുഖം കൊണ്ടാണ് ഇങ്ങനെ കാണിച്ചതെന്ന് പറഞ്ഞ് നാളെ വരുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അപ്പം ജിൻഡോ പോയിട്ട് എടി ജാസ്മിൻ നീ ബാത്റൂം ക്ലീൻ ചെയ്യുന്നില്ലേ? ബാത്റൂം ക്ലീൻ ചെയ്യുന്നില്ല. അപ്പോൾ ജാസ്മിൻ ഇല്ല എന്നോട് സിബിൻ ചേട്ടൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞു, ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ സിബിൻ നീ ചെയ്യുന്നില്ലേ? ഇല്ല ചെയ്യുന്നില്ല. അപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ജിൻഡോ അപ്പോൾ നീ വെറുതെ ഇവിടെ തിന്നും കുടിച്ചും കിടക്കാന്നാണ് ഭാവം, അത് ഇന്ന് ചെയ്യുന്നില്ലേ? അപ്പോൾ സിബിൻ തിന്നും കുടിച്ചും ജീവിച്ചോ, ഒരു കുഴപ്പമില്ല, നമ്മുടെ ഔദാര്യത്തിന് ഇവിടെ തിന്നും കുടിച്ചും ഇങ്ങനെ ജീവിച്ചോ, ബാക്കി അത്രേ ഉള്ളൂ. ഇവിടെ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. ജാസ്മിൻ എന്താ പറഞ്ഞേ? ഔദാര്യമോ? അല്ല, ഇവിടെ എല്ലാവരും ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. എല്ലാവരും. അപ്പോൾ ജോലി ചെയ്യാതെ നിങ്ങൾ എന്താണ്? ജോലി ചെയ്യാതെ തിന്നും കുടിച്ചും ജീവിക്കുന്ന ഔദാര്യത്തിൽ, അത്രേ പറഞ്ഞുള്ളൂ ഞാൻ. അപ്പോൾ ജാസ്മിൻ നിങ്ങൾ ആരും കാണുന്നില്ലേ? ഇത് നിങ്ങൾ കാണുന്നില്ലേ? മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടുണ്ടോ? വെറും പട്ടിയെപ്പോലെ ആട്ടുകയാണ്. നന്ദന വാ തുറക്ക്. നന്ദന പട്ടിയെപ്പോലെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? അപ്പൊ നന്ദന ചേച്ചി പോയി പറയും. അപ്പത്തേക്ക് ജിൻഡോ കക്കൂസ് ചൂലുമാറ്റി എടി നിന്റെ പണിയാടി ഞാനീ ചെയ്യുന്നത് കേട്ടാ, നിന്റെ ജോലിയാണ് ഞാനീ ചെയ്യുന്നത് കേട്ടാ, കാണുന്നീ എല്ലാവരും കൂടെ ചിരിക്കുന്ന കേട്ടാ. ജാസ്മിൻ ചെയ്യേണ്ട ജോലിയാണ് ജിൻഡോ ചെയ്യണം. അപ്പോഴും പണിയെടുക്കാൻ പറ്റാതെ കുടിച്ചും ഇവിടെ ഇരുന്നോ? നീ പണിയും എടുക്കാതെ തിന്നും കുടിച്ചും ഇവിടെ ഇരുന്നോ? നിന്റെ ജോലി ചൂലും പറ്റി ഞാനാ ചെയ്യണത് കേട്ടാ, വെറുതെ വീട്ടിൽ പോടി ഇരുന്ന് എന്ന് ജിൻഡോ പറയും. അപ്പൊ എല്ലാവരും ചിരിക്കും. അപ്പൊ ഗബ്രി അതെ ഇവിടെ ഔദാര്യത്തിൽ കഴിയുന്ന ആരാ പറഞ്ഞത്? ഇപ്പൊ സിബിൻ ഔദാര്യത്തിൽ കഴിയുന്ന ആരുമില്ല. ഇവിടെ ഫുഡ് ഔദാര്യത്തിൽ അല്ല, ഇവിടെ ഔദാര്യമില്ലാതെ ഫുഡ് കഴിക്കുന്ന ആരാ ഉള്ളത്? ആരുമില്ല. പണിയെടുത്ത് ജോലി ചെയ്താണ് ഇവിടെ ആൾക്കാർ ഫുഡ് കഴിക്കുന്നത്. സിബിൻ അപ്പം അപ്പം ഇവിടെ 10 പേർ ഒരുമിച്ച് 2 പേര് അറ്റാക്ക് ചെയ്തിട്ട് കാര്യമില്ല. അല്ല 10 പേര് ഒരുമിച്ച് 2 പേര് അറ്റാക്ക് ചെയ്യുന്നത് കാണിച്ചു തന്നെ. നിനക്ക് എന്തോന്ന് കാണണം? നിന്നെ ഞാൻ കുറെ ദിവസമായിട്ട് സിബിൻ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് എഴഞ്ഞേ പോവുള്ളൂ. അപ്പൊ ഗബ്രി നീ കാണിച്ചാടാ നീ 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 തലകുത്തി നിന്നാലും ഞാൻ അവിടെ നിന്ന് പോകില്ലടാ. സിബിൻ നീ ഉണ്ടല്ലോ, നീ ഇവിടെ കിടന്ന് കരഞ്ഞില്ലേ, നീ അവിടെ കിടന്ന് കരഞ്ഞില്ലേ, അത് ഞാൻ കാണിച്ചു തരാം, നിനക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഗബ്രി നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എടാ 10 പേരെ കൂട്ടി വന്നിട്ടല്ല ഷോ കാണിക്കേണ്ടത്. 36 ദിവസമായി ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ശരണ്യ ജാസ്മിനോട് അപ്സരയോടും അതെ മതി ജാസ്മിൻ മതി. നിങ്ങളുടെ ഈ ഇമോഷണൽ, നിങ്ങളുടെ ഈ ഇത് നിങ്ങൾക്ക് മാത്രമാണ് ഇവിടെ ഫേവറിസം കിട്ടുന്നത്. നിങ്ങൾക്ക് മാത്രം. നിങ്ങളുടെ അത്ര ഫേവറിസം കിട്ടിയ ഒരു കണ്ടസ്റ്റന്റ് ഈ വീട്ടിലില്ല. എപ്പോഴും ഡ്രാമ, കരയുന്ന ഡ്രാമ. വി ആർ നോട്ട് ഫൂൾസ്, മനസ്സിലായോ? വി ഹാവ് കോമൺ സെൻസ്.
ശരണ്യ ആദ്യമായിട്ട് ഇന്ന് കാര്യമുള്ള കാര്യം പറഞ്ഞു കേട്ടോ. അപ്പൊ ഗബ്രി എന്തിനാണ് ഇവിടെ പിടിച്ചെത്തുന്നത്? എന്തിനാണ് പിടിച്ചെത്തുന്നത്? എന്റെ ദേഹത്ത് തൊടില്ല, അവനെന്റെ ദേഹത്ത് തൊടില്ല. അപ്പൊ എടാ നീ 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 അപ്പൊ ശ്രീകുമാർ എടാ നീ നിർത്ത്, നീ മിണ്ടാതിരിക്കേ, നീ നിർത്ത്. അപ്പൊ സിബിൻ എടാ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ ഗബ്രി എന്റെ പേഴ്സണൽ സ്പേസ് ആണ്, ഇതെന്റെ പേഴ്സണൽ സ്പേസ് ആണ്. നീ 12 പേരെ വെറുതെ രാജാവായിട്ട് കൊണ്ടുവരും, തള്ളരുത് കേട്ടാ. നീ 12 പേരുടെ രാജാവല്ലേടാ. അപ്പൊ ശ്രീകുമാർ രാജാവുമില്ല, ഒന്നുമില്ല, ഇവിടെ ആരുടെ രാജാവാണ് ഉള്ളത്? അപ്പൊ ഋഷി ഇവിടെ രാജാവൊന്നുമില്ല, ആരാണ് ഉള്ളത്? ആവശ്യമില്ലാത്ത വർത്താനം പറയണ്ട കേട്ടോ, നീ ഡയലോഗ് അടിക്കരുത് എന്ന് പറഞ്ഞ് ശ്രീകുമാർ നേരെ ചെല്ലുന്നുണ്ട്. നീ ആരാടാ നീ സംസാരിക്കാൻ? അപ്പൊ ജാൻമണി എടാ നിനക്ക് നാക്ക് മാത്രമേ ഉള്ളൂ, നീ നിന്റെ സ്വഭാവം ശരിയാക്ക്. അപ്പൊ ഗബ്രി മതി കേട്ടോണ്ട്, എനിക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല, മതി നിർത്തി, ഇനി ഞാൻ കേട്ടോണ്ടിരിക്കത്തില്ല. അപ്പൊ ഗബ്രി കുറച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വഴക്കൊക്കെ കഴിഞ്ഞ് സെറ്റിലായേ. മാസല്ല ഇത് കോമഡിയായി. ഇപ്പൊ സിബിൻ ഞാൻ കോമഡി തന്നെയാണ് കാണിച്ചത്, ഐ ക്വിറ്റ്. അപ്പൊ ഗബ്രി ഇവിടെ നടക്കൂല, ആ ചാപ്റ്റർ കഴിഞ്ഞു, ഇനി നടക്കൂത്തില്ല. അപ്പൊ ജിൻഡോ സിബിനെ നീ പോയി കിടക്കടാ, നീ പോയി കിടക്ക്. ഇതൊക്കെ വല്ല മുംബൈയിൽ നിന്ന് വന്ന വലിയ സൈക്കാട്രിസ്റ്റിനെയൊക്കെ കണ്ടിരിക്കുന്ന ആൾക്കാരാണ്, നമുക്കൊന്നും പറ്റത്തില്ലേ വലിയ വലിയ ആൾക്കാരെയൊക്കെ കാണാൻ, നീ പോയി കിടക്ക്. ആരെ? ജാസ്മിൻ. ആരെ? ഇപ്പൊ ഗബ്രി കാറ്റെപ്പോഴും അങ്ങോട്ട് വീശൂല, മാറി വീശും. അപ്പൊ കാറ്റത്ത് തെറിച്ചു പോരുത് നിങ്ങൾ. അത് കഴിഞ്ഞ് രാവിലെ 8 മണിക്ക് വേൽമുരുകാ ഹരോഹരാ വേലായുധാ ഹരോഹരാ. അത് കഴിഞ്ഞിട്ട് 8:10 ജാൻമണി ഇത് ആരുടെ ഫുഡാണ്? ചോറ്, ഓംലേറ്റ്, പരിപ്പ് കറി ആൻഡ് കൂട്ടുകറി. ആരുടെ ഫുഡാണിത്? അപ്സര ഇത് കഴിച്ചില്ല, ജാസ്മിൻ്റെ ഫുഡാണ്. ഓക്കെ. അപ്പോൾ ജാൻമണി ഓക്കെ, എന്നാൽ ഞാൻ ഇന്ന് തൊട്ടൊരു റൂള് പറയാം. ആരാണ് ഫുഡ് കഴിച്ചില്ലെങ്കിലും ഈവൻ ഞാനാണെങ്കിൽ കൂടി പ്ലേറ്റ് കഴുകി അങ്ങ് വെച്ചേക്കുക, അല്ലാണ്ട് ഫുഡ് വെക്കണ്ട. ഓക്കെ, ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇൻക്ലൂഡിങ് മീ. ഞാനാണെങ്കിൽ കൂടി ഞാൻ സമ്മതിക്കത്തില്ല, ഫുഡ് വേസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം അപ്സര ഞാൻ കഴിക്കാൻ പറഞ്ഞില്ല. എടാ ജാസ്മിനെ നീ കഴിച്ചെന്ന് പറഞ്ഞ നീ എന്താ കഴിക്കാത്തത്? ജാസ്മിൻ എന്നോട് പറഞ്ഞില്ല, എനിക്ക് അന്ന് തന്നിട്ടുണ്ടായിരുന്നു, എനിക്കറിയില്ല, തോന്നുന്നത് തന്നതായിട്ട്. അപ്പൊ ജിൻഡോ ജാസ്മിനെ ഒരു കാര്യം പറയാ, 1000 രൂപയാണ് ഈ ആഴ്ച കട്ടായിരിക്കുന്നത്, നീ കാരണം ഇവിടെ ഒരുപാട് ഫുഡ് വേസ്റ്റ് ആവുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ ഞാൻ പറഞ്ഞോ എനിക്ക് ഫുഡ് തരാൻ? ഞാൻ പറഞ്ഞോ? അപ്പൊ അപ്സര നീ പറഞ്ഞിട്ടാണ് ഞാൻ മാറ്റി വെച്ചത്, ഞാനാണ് മാറ്റി വെച്ചത്, ജാസ്മിനുള്ള ഫുഡ് ഞാനാണ് മാറ്റി വെച്ചത്. ശരണ്യ അപ്പൊ ഫുഡ് എന്ത് ചെയ്യണം? മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അപ്പൊ ജിൻഡോ ഒരു പണി എടുക്കത്തുമില്ല, ഫുഡും കഴിക്കൂല, ഫുഡും കളയും. അപ്പൊ ഗബ്രി പണിയെടുക്കാത്തവർക്കതാണോ ഫുഡ് കഴിക്കാൻ പാടില്ലേ? പണിയെടുക്കാത്തവരാണോ ഫുഡ് കഴിക്കാൻ പാടില്ലേ? ജാസ്മിൻ ഓഹോ അപ്പൊ ഔദാര്യം അല്ലേ, ഔദാര്യം. ജിൻഡോ അതറിഞ്ഞിട്ട് എന്താണ്? അതറിഞ്ഞിട്ട് ഭക്ഷണം കൊടുപ്പ് അതറിഞ്ഞിട്ട് മതി, എന്തായിരുന്നാലും ഭക്ഷണം കൊടുപ്പ് അതറിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ് തറയിലൊക്കെ അടിക്കുന്നുണ്ട്. ജാസ്മിൻ ഇയാൾ എന്താണ് ഈ കാണിക്കുന്നത്? റസ്മിൻ താങ്കളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ജിൻഡോ ഭക്ഷണം? ഇപ്പൊ ശ്രീരേഖ ഇത് എന്തോന്ന്, ഇത് ചീവിയുടെ കാര്യം ഒന്ന് മിണ്ടാതിരിക്കുക. അതിനൊക്കെ ജാസ്മിൻ എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു, പിന്നെ എന്തിനാണ് ഭക്ഷണം എടുത്ത് മാറ്റി വെച്ചത്? ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ഭക്ഷണം വേണ്ടാന്ന്. എനിക്ക് വേണ്ട. അപ്പൊ ജിൻഡോ എടി കിച്ചൺ ടീമിൽ ആരോടാണ് നീ പറഞ്ഞത്? നീ എല്ലാവരോടും പറഞ്ഞു, ഞാൻ ആരോട് പറഞ്ഞു? അപ്പൊ ജാസ്മിൻ എല്ലാവരോടും പറഞ്ഞു. അപ്പൊ അപ്സര ഇല്ല പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താണ്? ഗബ്രിയാണ് എടുത്ത് മാറ്റി വെച്ചത് ജാസ്മിന്റെ ഭക്ഷണം. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഫുഡ് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ജാസ്മിന്. ഓക്കെ ശരി. അപ്പൊ പൂജ എന്തിനാണ് ഈ കിടന്ന് അവനവന്റെ ഫുഡ് വേറൊരാളെടുത്ത് മാറ്റി വെച്ചു, ആ ഫുഡ് രാവിലെ കളയേണ്ടി വന്നു, അതിന് ജസ്റ്റ് ഒരു സോറി പറഞ്ഞാൽ പോരെ? അതാണ് ഞാനും ചോദിക്കുന്നത്, ഇത്രയ്ക്ക് എന്തിനാ വഴക്കിടുന്നത്? അതിനെന്താ ഇവിടെ ഉള്ളത് ഇത്രയ്ക്ക്? അപ്പൊ അൻസിബ വെറും ഈഗോ. അപ്പൊ സായി അവള് പറഞ്ഞില്ല അവൾ ഫുഡ് എടുത്ത് വെക്കാൻ. അപ്പൊ പൂജ ഇവിടെ എല്ലാരും പറഞ്ഞിട്ടാണോ ഫുഡ് എടുത്ത് വെക്കുന്നത്? നമ്മളിപ്പോ എവിടെയെങ്കിലും പോയാൽ നമുക്ക് വേണ്ടി ഫുഡ് എടുത്ത് വെക്കും, ബാക്കിയുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്സര എന്റെ മിസ്റ്റേക്കാണ്, ഞാൻ നെഞ്ചത്തോട്ട് എടുത്തോളാം. ഇപ്പൊ ജാൻമണി നോ 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 ദാറ്റ് ഈസ് നോട്ട് യുവർ മിസ്റ്റേക്ക് അപ്സര, ദാറ്റ് ഈസ് നോട്ട് യുവർ മിസ്റ്റേക്ക്. അപ്പോൾ സാർ സിബിൻ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഔദാര്യത്തിനാണ് ഫുഡ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഔദാര്യത്തിന് ആരും ഇവിടെ ഫുഡ് കഴിക്കുന്നത്, ഔദാര്യം വാങ്ങിച്ചിട്ടാണ് ഇവിടെ ഫുഡ് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിൻ അല്ലല്ലല്ല ഞാൻ പറഞ്ഞു തരാം, നമ്മുടെ ഔദാര്യത്തിന് നീ ഇവിടെ തിന്നും കുടിച്ചും കിടന്നോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സിബിൻ അങ്ങനെയാണോ പറഞ്ഞത് ജാസ്മിനെ? അങ്ങനെയാണോ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇവിടെ ജോലി ചെയ്യാതെ ഫുഡും കഴിച്ച് തിന്നും കുടിച്ചും കിടക്കണം നമ്മുടെ ഔദാര്യത്തിന് എന്നാണ് പറഞ്ഞത്. കേൾക്കോ, ജോലി ചെയ്യാതെ എന്നാണ് എടുത്ത് പറഞ്ഞത്. അപ്പൊ ജാസ്മിൻ ഇവിടെ പണിയെടുക്കാണ്ട് ആരാ പറഞ്ഞത്? പണിയെടുക്കാണ്ട് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അപ്പൊ സിബിൻ നീ ലോകം കണ്ട ഏറ്റവും വലിയ കള്ളിയാണ് നീ നീ പച്ചക്കള്ള പറയുള്ളൂ, നീ പച്ചക്കള്ള പറയും. എനിക്ക് നിന്നോട് സംസാരിക്കണ്ട, മുന്നിൽ നിന്ന് പോ ചെകുത്താനേ എന്ന് പറഞ്ഞ ഒറ്റ മറ്റേ ഇങ്ങനെ സാധനം എടുത്ത് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ജാസ്മിൻ
പണ്ടാരടങ്ങ ഇയാളെ കൊണ്ട് പിടിക്കാനും പറ്റും, ഇയാളെ കൊണ്ട് വഴക്കിടാനും പറ്റുന്നില്ല, കോണറിങ് കാടും കളിക്കണം. ശരി, അപ്പം ജാസ്മിൻ പുച്ഛിക്കാനുള്ള ഒരു യോഗ്യത പോലും ഇല്ലോടെ തനിക്ക്, പോളാനൊക്കെ ഇറങ്ങി. ഇപ്പം സിബിൻ, എങ്കിൽ നീ കുറച്ച് പ്രേമം കളിക്ക്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ബിഗ് ബോസ് കിടന്ന് കര, അപ്പം ബിഗ് ബോസ് അകത്ത് വിളിക്കും, അപ്പം നീ തിരിച്ച് സ്ട്രോങ് ആയിട്ട് പുറത്തേക്ക് വരും. ഇതല്ലേ നിനക്ക് ചെയ്യണം, നീ പോയി ചെയ്. അപ്പം ഭക്ഷണം വേസ്റ്റാക്കിയിട്ട് അവൾ കിടന്ന് കാണിക്കണ കണ്ടില്ലേ, കിടന്നുണ്ട് കഥാപ്രസംഗം കളിക്കുന്നു. അപ്പം ശരണ്യം ഗബ്രി അവിടെ വഴക്ക്, നീ നാവിട്ട് കളിക്കാതെ, അപ്പം ബുദ്ധി വേണം, ബുദ്ധി. അപ്പം സിബിൻ, അവൻ്റെ വായിൽ വല്ല സ്റ്റാപ്ലർ അടിച്ച് വെക്ക്, എന്തോന്നടേ ഇത് ഗബ്രി. എടി നീ കണ്ടവൻ്റെ മൂട് താങ്ങി നടക്കുന്നവനടി. ഈ മൂട് താങ്ങി നടക്കുന്നത് സീസൺ 5 ഒടുക്കത്തെ കോളിലൊക്കെ ഉണ്ടാക്കിയ സെന്റൻസ് ആണ്. നീ കണ്ടവന്റെ മൂട് താങ്ങി നടക്കിയല്ലേ. അപ്പൊ ശരണ്യ, നീ പ്രവോക്ക് ചെയ്തോ മോനെ, നടക്കത്തില്ല. അപ്പൊ ഗബ്രി ആരുടെ അവതാരത്തിൽ നിൽക്കുന്നു അപ്പൊ ശ്രീതു, നീ വെറുതെ കൊണ സംസാരിക്കതേ ഗബ്രി, മാറി നിൽക്ക്. അപ്പൊ ജാസ്മിൻ, ഇവരുടെയൊക്കെ മൂട് താങ്ങാൻ വേണ്ടിയിട്ട് ദേ കണ്ടില്ലേ ഇരിക്കുന്നത്. അപ്പൊ അഭിഷേക് ശ്രീകുമാറാണേ. പിന്നെ മൂട് താങ്ങാത്ത ഒരാള്. അപ്പൊ ഗബ്രി, നമുക്ക് പിന്നെ നമ്മുടെ മൂട് അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങിയാൽ പോരെ, 12 പേരുടെ മൂട് ഒന്നിച്ച് താങ്ങണ്ടല്ലോ. ഓക്കെ. അപ്പൊ ജാസ്മിൻ, എന്തായിരുന്നാലും ഡൊമക്സിന്റെ കാര്യം പിന്നെ പറ. സിബിൻ, മിണ്ടായിരിക്കടി അവിടെ, എന്തോന്നത് ഇത് അലപ്പും ബഹളോ. നീ പോടാ, ജാസ്മിൻ, നീ പോടാ. അയ്യ അന്നേക്കുന്ന് ഞാൻ പറയും, എന്റെ നാക്കാണെങ്കിൽ ഞാൻ പറയും, പോടാ. അപ്പൊ സിബിൻ, എന്തോന്നാടി ഇത്, ഒരു ജോലിയും ചെയ്യത്തില്ല, കപ്പടി എന്താ പറയേണ്ടത്, കപ്പടിച്ചാൽ ജാസ്മിനും ഗബ്രിയും പിന്നെയും ഗബ്രീനെ ഉപയോഗിക്കുന്നു, അങ്ങനെ എന്തൊരു വാക്ക് പറഞ്ഞിട്ട് എനിക്കത് മനസ്സിലായില്ല. അത് ജിൻഡോ ഫുഡ് കളിക്കുന്നതിനെ കുറിച്ച് ഒരു ചോദിച്ചപ്പോൾ എന്തിനാണ് ഇത്രയും ബഹളം, എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഫുഡ് കഴിക്കണം എന്നല്ലേ ചോദിച്ചോളൂ, നീ വന്ന് കഴിക്ക് ജാസ്മിനെ. അയാളുടെ ഒരു അഭിനയം കണ്ടില്ലേ, നീ വന്ന് കഴിക്ക് ദേവി. ഇന്നലെയോ നീ ഫുഡ് കഴിച്ചില്ല, നീ ഇന്ന് കഴിക്ക്. അവൻ്റെ അഭിനയിച്ച് അങ്ങ് തള്ളയോ, ഞാൻ കാല് പിടിക്കട്ടെ, നീ ഫുഡ് കഴിക്ക്, വന്നിട്ട് ഞാൻ കാല് പിടിക്കാൻ എൻ്റെ ഫുഡ് കഴിക്കുക. 2 പേരും അഭിനയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ജാസ്മിൻ, ഗബ്രി കഴിഞ്ഞടാ യുദ്ധം, എന്നെ കൺട്രോൾ ചെയ്യണം, നീ ഒന്ന് കെട്ടിപ്പിടിക്കുക, കമോൺ. താങ്ക് യു. അത് കഴിഞ്ഞ ശേഷം നോറയുടെ പ്രതിഷേധമാണ്. കാരണം നോറ കിടന്ന് ഉറങ്ങുകയാണേ. അതായത് ജാൻമണിയുടെ കേസ് എടുത്തില്ല, ജിൻഡോയുടെ കേസ് എടുത്തു, അതുകൊണ്ട് ജാസ്മിൻ്റെ കേസ് എടുത്തു, അതുകൊണ്ട് ഉറങ്ങുന്നത്. അപ്പോൾ ബൗ അപ്പം നോറ സിബിൻ പോയിട്ട്, നീ എന്തിനു മോളെ കിടന്ന് ഉറങ്ങിയത്, നീ എണീക്ക്, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത് മാപ്പ് പറ. എനിക്ക് വയ്യ മാപ്പ് പറയാൻ, എനിക്കിത് പ്രശ്നം ഉണ്ടാകണം. അടുത്ത സംഭവം എനിക്ക് പറ്റത്തില്ല. ഇത് വെച്ചൊരു കളി കളിക്കണം. പറ്റത്തില്ല, ഞാൻ കിടക്കുകയാണ്. ശരി. അത് കഴിഞ്ഞ് പവർ ടീം നോറയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കുകയാണ്. ഉച്ചയ്ക്ക് തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ രേവതി, കിലുക്കത്തിലെ രേവതിയുടെ കഥാപാത്രം. എനിക്ക് അറിയത്തില്ല രേവതിനെ, ഏത് രേവതി, അല്ല കിലുക്ക സിനിമ, ഞാൻ കിലുക്ക സിനിമ കണ്ടിട്ടില്ല. ഹാപ്പി ആയിട്ട് നീ ചെയ്താൽ മതി, എനിക്കിപ്പോൾ ഹാപ്പി ആവാൻ പറ്റത്തില്ല. എന്നെ അങ്ങനെ ഇപ്പോൾ വീഴ്ത്താൻ പറ്റില്ല, കാണിച്ചു കൊടുക്കണം. എനിക്കിപ്പോൾ ഹാപ്പി ആവാൻ പറ്റില്ല. എന്നൊരു കാര്യം അപ്സര പറഞ്ഞു കൊടുക്ക്, കിലുക്കത്തിലെ രേവതിയാണ്, നമുക്ക് എന്ത് വിളിച്ച് പറയാം. അപ്പൊ എന്ത് വിളിച്ച് പറയാം അല്ലേ. എന്നാൽ ശരി, ഇവിടെ ആർക്കാണ് ഉറങ്ങുമ്പോൾ ശിക്ഷ കിട്ടിയിട്ടുള്ളത്, ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അപ്സര കിട്ടിയിട്ടുണ്ട്, ജാസ്മിനൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ജാൻമണിക്ക് കിട്ടിയിട്ടുണ്ടോ? ജാൻമണിക്ക് അന്ന് ഒരു ലക്ഷറി പോയിന്റ് ഒന്നും കട്ടായില്ല, ജാൻമണിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ എന്തിനാണ് എനിക്ക് മാത്രം എപ്പോഴും ശിക്ഷ? ഇവിടെ ജാൻമണിക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ്? പിന്നെ ഇപ്പോഴും ഉറങ്ങുന്ന ഇയാളെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയത് ആരാണ്? അപ്പൊ ജിൻഡോ, മിണ്ടായിരിക്കടി, പയ്യടി, മിണ്ടാതെ സംസാരിക്കടി, പയ്യെ സംസാരിക്കടി, താൻ പോടോ, എണീറ്റ് താൻ പോടോ, താൻ മാസാവയാണോ, താൻ പോടോ ഇറങ്ങി. അപ്പൊ ജിൻഡോ ഡാൻസ്, അയാളൊരു ഡാൻസ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ നോറയും ജിൻഡോ അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പൊ അഭിഷേക് ഇതുപോലെ ജാൻമണി അടുത്ത് വന്നപ്പോൾ അഭിഷേക് ഇവിടെ ജാൻമണിക്ക് എഗൻസ്റ്റായിട്ടാണ് കളിക്കുന്നത്. കാര്യം ജാൻമണി അഭിഷേകിനെ ഭയങ്കരമായ റൂഡ്ലിയാണ് ജാൻമണി അഭിഷേകിനോട് പെരുമാറിയത്. അതുകൊണ്ട് അതായത് ജാൻമണി അഭിഷേകിന് മൈൻഡ് ചെയ്യുന്നില്ല, അഭിഷേക് മറ്റേ ശ്രീകുമാറിനെയാണ് മൈൻഡ് ചെയ്യുന്നത്, ജയദീപിനെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അഭിഷേക് ജാൻമണിക്ക് എഗൻസ്റ്റായിട്ട് കളിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ലൈവ് കാണുമ്പോഴാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത്. ഒരു ഫുഡ് പോലും ഷെയർ ചെയ്തപ്പോഴത്തേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ജയദീപിന് കൊടുത്തില്ലേ. അപ്പം ജയദീപ് ചോദിച്ചു എനിക്ക് തന്നുകൂടെ എന്ന്. ഞാൻ എൻ്റെ ഫേവറേറ്റ്സ്, എൻ്റെ ഫുഡ് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കല്ലേ കൊടുക്കുകയുള്ളൂ, നിങ്ങൾക്ക് അവിടെ ഉണ്ടല്ലോ, നീ എടുത്ത് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അഭിഷേകിനൊരു ദേഷ്യം ജാൻമണിയോടുണ്ട്. അതുകൊണ്ടാണ് ജാൻമണിക്ക് എഗൻസ്റ്റായിട്ട് നോറയുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അഭിഷേക് പറയുന്നത് ഇപ്പോൾ ജാൻമണിനെ നിങ്ങൾ ആരും തടഞ്ഞില്ലല്ലോ. അപ്പം ശരണി പറഞ്ഞു, ഇത് അവൾ ഉറങ്ങിയതിന്റെ പണിഷ്മെന്റ് ആണ്, നീ ഒന്ന് മനസ്സിലാക്ക്, ഉറങ്ങിയതിന് പണിഷ്മെന്റ് കൊടുക്കണ്ടേ. അപ്പൊ റസ്മിൻ, ഉറങ്ങിയത് തെറ്റാണ്, ഇത് പുതിയ പവർ ടീമാണ്. അപ്പൊ നോറ, പിന്നെ ക്യാപ്റ്റൻ പുള്ളിന്ന് വിളിച്ചപ്പോൾ കേസെടുത്തോ? ഇല്ലല്ലോ. അപ്പൊ ഇതും അങ്ങനെ തന്നെയാണ്. അപ്പൊ നോറ ഓടിപ്പോയിട്ട് ജിൻഡോയുടെ അടുത്ത് പോയിട്ട്, നീ വരില്ലടാ, നീ എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്, നീയല്ലേ എൻ്റെ അടുത്തേക്ക് വന്നത്, നീയാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. ജിൻഡോ, നീയല്ലേ വന്നത്. അപ്പൊ നോറ, കൂടുതലൊന്നും പറയണ്ട, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്, എല്ലാം തെറ്റാണ്. ഓക്കെ. അപ്പൊ ജാസ്മിൻ, നീ ഒന്ന് മിണ്ടായിരി,
നീ 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 അങ്ങോട്ട് കളിക്കാൻ നോക്ക്, വേറെ പണിയൊന്നുമില്ലേ. ഇതൊരു പാവയാണ്, കീ കൊടുക്കുന്ന പാവയാണ് ജിൻഡോ. കീ കൊടുക്കുന്ന പാവ ജിൻഡോ, കീ കൊടുക്കുന്ന. അപ്പോഴത്തേക്ക് ജിൻഡോ ഇങ്ങനെ കളിക്കുകയാണ്. കീ കൊടുക്കുന്ന പാവയാണ്, കീ കൊടുക്കുന്ന പാവ. ജിൻഡോ ഡാൻസ് ഒക്കെ കളിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ കുണുവാവേ ഇനി വാടാ മുത്തേ, അമ്മയുടെ മുത്തിങ്ങി വാടാ എന്ന് പറഞ്ഞ് ജിൻഡോനെ കുറേ ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഇതാണ്. അപ്പോൾ അഭിഷേക് നന്ദനെ എന്തിനോന്ന വഴക്ക്. അഭിഷേക് ഒരു പാട്ട് പാടി, പൂമാനമേ പാട്ട് പാടിയപ്പോൾ നന്ദനയ്ക്ക് പിടിച്ചില്ല. അപ്പം നന്ദന എടാ നട്ടൽ വളച്ച് നിൽക്കടാ, നട്ടൽ വളയ്ക്കാതെ നിൽക്കടാ. അപ്പം അഭിഷേക് നട്ടലിനെ കുറിച്ച് പറയരുത്, നീ നട്ടലിനെ കുറിച്ച് പറയും. നന്ദന എടാ പോടാ, നിനക്ക് നട്ടലുണ്ടോടാ, നീ ഒറ്റപ്പെട്ട ഗെയിമല്ലേടാ കളിക്കുന്നത്, നീ തൊട്ടാവാടി അല്ലേടാ. അപ്പോൾ അഭിഷേക് നാടകം വെച്ചോണ്ടിരിക്കണി, നട്ടലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടല്ലോ. ജിൻഡോ എന്താണ് പ്രശ്നം? ഞാൻ പൂമാനമേത പാട്ട് പാടി, അവക്കത് പിടിച്ചില്ല, അതാണ് പ്രശ്നം. ഓ അപ്പോൾ നന്ദന തുമ്മിയാ കരയുള്ള ചേട്ടനല്ലേ, എന്ത് കര ചേട്ടാ എന്ന് പറഞ്ഞ അഭിഷേകിന്. അങ്ങനെ വെറുതെ ഒരു വഴക്കെ. അത് കഴിഞ്ഞൊരു നോറ, ഇവിടെ ഉള്ള ക്യാമറ നോക്കി അട്ടർ ഫേക്കായിട്ടുള്ള ആൾക്കാരെയൊക്കെ പുറത്താക്കണം. അത് കഴിഞ്ഞിട്ട് രേവതിയായിട്ട് നോറ വരെയാണ്. എടി പാടി ജാസ്മിനെ ഇങ്ങ് വാ, ഇവിടെ മോളെ ഇങ്ങ് വാ, കുരങ്ങി ജാസ്മിനെ ഇങ്ങ് വാ. ഈ ജാനു എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തില്ല, ഞാൻ മറന്നുപോയി. നോറ ശരണ്യ എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല, അത് ചീറ്റിപ്പോയി കേട്ടോ. നോറയുടെ അങ്ങോട്ട് ഭയങ്കര നോറ പ്രൊവോക്ക് ചെയ്യാനൊക്കെ നോക്കിയായിരുന്നു, അത് നടന്നില്ല. അത് കഴിഞ്ഞിട്ട് സിബിനെ കൊണ്ടുപോയിട്ട് അയ്യോ ഇനി ബാ ചേട്ടാ എടാ കൊരങ്ങാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോളെ എൻ്റെ അടുത്തേക്ക് വരണ്ട, എൻ്റെ അടുത്ത് വരണ്ട ഏട്ടാ എന്ന് സിബിനെ ഇപ്പോൾ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പം നോറ ഇവിടെ ജാസ്മിന് എടാ കൊരങ്ങി, പവർ ടീം നല്ലതാണോ കൊരങ്ങി? ഇപ്പോൾ ജാസ്മിൻ എന്ത് പവർ ടീം? ഓ ഭയങ്കര നല്ല പവർ ടീമാണെന്ന് പറഞ്ഞാൽ പവർ ടീമിനെ കുറേ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗബ്രിയും നമ്മുടെ അർജുനും അവിടെ നിന്നുണ്ടോ നോറ കണ്ട അവളായിട്ട് കളിപ്പിക്കുന്നു കണ്ട. അപ്പോൾ ശരണ്യയെ പിടിച്ചിട്ട് നോറ ജമ്പ് ചെയ്യുന്നു, നോറ സിംഗ്. അപ്പോൾ നോറ പാട്ട് പാടുന്നു. അത് കഴിഞ്ഞ് സിബിൻ ഊട്ടിപ്പട്ടണം നെട്ടിപ്പട്ടണം പെണ്ണാവാട് ആ പാട്ടൊക്കെ പാടി നോറ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്, ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ നോറ ഉദ്ദേശിച്ച കാര്യം അവിടെ നടന്നിട്ടില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നോറ ഇത്ര അട്ടർ ഫേക്കായിട്ടുള്ള ആൾക്കാരെ ഉടനെ തന്നെ പുറത്താക്കണം. ഇനിയാണ് അടുത്ത സംഭവം വരാൻ പോണത്. എന്തോന്ന്? പവർ ടീമിൻ്റെ അധിക പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാം. പവർ ടീം ഇവിടെ മെയിൻ ഡോർ പൂട്ടു ബിഗ് ബോസ്. പവർ ടീമിൻ്റെ അധികാരത്തോടെ പറയുകയാണ്. പൂട്ടിയില്ലേ? ശരണി നീ പറ, സിബിനും ശരണിയും. ബിഗ് ബോസ് പവർ ടീമിൻ്റെ അധികാരത്തോടെ പറയുകയാണ്, ട്രയൽ ചെയ്യണേ ഒരു പവർ ടീം ലോക്ക് ചെയ്യും ബിഗ് ബോസ്. അവസാനം ബിഗ് ബോസ് എല്ലാം ലോക്കായി, നോറ പുറത്ത്. ആരാണ് എന്നെ പുറത്താക്കിയത്? മനഃപൂർവ്വമാണ് എന്നെ പുറത്താക്കിയത്, ഞാൻ സമ്മതിച്ചു തരില്ല. അപ്പോൾ സിബിൻ എൻ്റെ ബിഗ് ബോസേ, ഇന്നലെ നമ്മൾ അവരോട് ചെയ്തതിന് നിങ്ങൾ നമ്മളെ ഇന്ന് മെഴുകിക്കുകയാണോ ബിഗ് ബോസേ? ചെയ്യല്ലേ ബിഗ് ബോസേ, നാണംകേടാണ് ബിഗ് ബോസേ. അപ്പം നോറ അഹം തും ഏക്ക് കമരേ, പുറത്ത് കിടന്ന് കമരേ മേ ബന്ധുവോ. ഓ എനിക്ക് ഇത്രയും കണ്ടന്റ് ഇന്ന് കിട്ടണ്ടായിരുന്നു, ഇന്ന് മനഃപൂർവ്വമാണ് എന്നെ പുറത്താക്കിയത്, ഇവരെല്ലാവരും കൂടെ ചേർന്ന് പ്രീ-പ്ലാൻഡ് ആണ് നോറ. അപ്പോഴത്തേക്ക് സിബിൻ ബിഗ് ബോസ് പ്ലീസ് ഈ ബാഡ്ജ് നോക്കൂ, നിങ്ങളാണ് നമ്മളെ പവർ ടീം ആക്കിയത്, പ്ലീസ് ലോക്ക് തുറക്കൂ, പവർ ടീമിൻ്റെ ലോക്ക് തുറക്കൂ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മുടെ പവർ ടീമിനെ? നമ്മൾ പവർ ടീമാണ്, പ്ലീസ് കളിക്കല്ലേ ബിഗ് ബോസ്, പ്ലീസ് ബാപ്പ്. അപ്പോൾ ഇല്ല, തുറക്കുന്നില്ല, ഒരു ഡോറും തുറക്കുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് പ്ലീസ് ബിഗ് ബോസ് നമ്മളോട് ക്ഷമിക്കും, ബിഗ് ബോസ് നമ്മളോട് ക്ഷമിക്കാം. അപ്പം അപ്സര ദുരുപയോഗം ചെയ്തല്ലേ പവർ, കാണിച്ചു കൊടുക്കാം എല്ലാവരും കൂടെ. അപ്പം അവസാനം ജിൻഡോനെ വിളിച്ച്, ആദ്യം ജിൻഡോനെ വിളിച്ചു. അപ്പോൾ ജിൻഡോനെ വിളിച്ചപ്പോൾ സിബിൻ പോ അവിടെ, ഇയാൾ ക്യാപ്റ്റനെ കൊണ്ടൊന്നും പയ്യത്തില്ല, ഞാൻ പറഞ്ഞു വെക്കാം. ജിൻഡോവും എല്ലാവരും കൂടെ ഈ പിള്ളേരോട് ക്ഷമിക്കും ബിഗ് ബോസ്, ദേവി ഇത് വാതിൽ തുറന്നു കൊടുക്ക് എന്ന് പറയുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്നത്, പക്ഷേ മെയിൻ ഡോർ തുറക്കുന്നില്ല. നീ അവിടെ കിടക്കടി, നിന്നെ നമ്മൾ അവിടെ കിടത്തിയത് തന്നെയാണ്. പറ്റത്തില്ല നോറ, പറ്റത്തില്ല, ഇത് എന്നോട് ചെയ്യുന്ന ചതിയാണ്, ഞാൻ സമ്മതിക്കത്തില്ല. അവസാനം ജിൻഡോയും എല്ലാവരും കൂടെ പോയിട്ട് പിന്നെയും ക്യാമറ നോക്കി പറഞ്ഞപ്പോൾ മെയിൻ ഡോർ തുറന്നു കൊടുത്തു. അപ്പോൾ നോറ അല്ലെങ്കിൽ ഈ ക്യാപ്റ്റനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഈ ക്യാപ്റ്റൻ വെറുതെ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പവർ ടീമിൻ്റെ അത് കഴിഞ്ഞ ശേഷം പിന്നെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ജിൻഡോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ പൊന്നോ ഭയങ്കരമായ സംഭവം നടക്കണത്. ജിൻഡോ ക്രീമും എടുത്തുകൊണ്ട് റൂമിൽ വന്നിരിക്കുകയാണ്. നോറയുണ്ട്, സിബിനുണ്ട്, അതേപോലെ അഭിഷേക് 2 എണ്ണം ഉണ്ട്, നന്ദനയുണ്ട്. അപ്പം നോറ ഇയാളെ കൊണ്ട് അല്ലെങ്കിൽ എന്തിനാ കൊള്ളുക, വെറുതെയാണ്. അപ്പം അഭിഷേക് ജിൻഡോ ചേട്ടൻ ഇപ്പം ഭയങ്കര ഡാൻസ് ഒക്കെ കളിച്ചു തുടങ്ങിയില്ലേ? എന്ത് ഡാൻസ്? കോപ്പിയടി, ഫുൾ കോപ്പിയടിയാണ്, അല്ലാണ്ട് ഇയാളെ കൊണ്ട് എന്തിനു കൊള്ളാം? അപ്പൊ ജിൻഡോ ചരിഞ്ഞ് ഇരുന്നിട്ട് ഒറ്റ വിടല് ഇപ്പം എന്ന് പറഞ്ഞിട്ട് മതിയാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോണ്. അയ്യേ എനിക്ക് കിട്ടി നോറ, കണ്ടന്റ് കിട്ടി, കാരണം പുതിയ കണ്ടന്റ്. എടോ തനിക്ക് നാണമില്ലേടോ, തനിക്ക് ബേസിക് മാനേഴ്സ് ഇല്ലേ? അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാർ നീ വാതിൽ തുറക്കാദ്യം, നീ വാതിൽ തുറക്കടി. നോറ വാതിൽ തുറന്ന് നോറ നേരെ പോകുന്നുണ്ട്
എവിടുത്തെ ടീമിന്? ഗബ്രി ടീം. പുതിയൊരു ടീം രൂപീകരിച്ചിട്ടുണ്ട്, ഗബ്രി ടീം. 7 പേരാണ് ആ ടീമിലുള്ളത്. നേരെ അതിലേക്ക് പോവുകയാണ്. നാണോ ഇല്ല, നാണോ മാനമില്ലാത്ത മനുഷ്യൻ, നിങ്ങൾക്ക് നാണോ ഇല്ലേ ഇത്? ചീ അടേ ദേ ജിൻഡോ ചേട്ടൻ ഫാട്ട് വിട്ട്. ഫാട്ടാ? ആ എടാ വാ, അത് വിട്ട്. അയ്യേ ഇതെന്തോന്ന്, ഇത് വളിക്കഥയാ പറയുന്നത്. ഛേ അയ്യൊക്കെ നാണോ ഇല്ലേ? ആടി പബ്ലിക് മാനേഴ്സ് ഇല്ലാത്തൊരു മനുഷ്യൻ. ഛേ അപ്പോഴത്തേക്ക് ജിൻഡോ അവിടുന്ന് ഇപ്പൊ കറക്റ്റ് ടീമായി. നോക്കിക്കേ, അങ്ങോട്ട് നോക്ക്. ആ ഗബ്രിയുടെ ടീം കണ്ട, ഈ 7 പേരുമാണ് പുറത്തുനിന്ന് തീരുമാനിച്ച് വന്ന ആൾക്കാർ. കറക്റ്റ് ടീമിനെ കിട്ടിയിട്ടുണ്ട്. ആ ടീമിനകത്ത് നോറ, അപ്സര, ഗബ്രി, അർജുൻ, റസ്മിൻ, ജാസ്മിൻ, ശ്രീതു. അങ്ങനെ അപ്പം മനഃപൂർവ്വമാണ് ചെയ്തതാണ്, മനഃപൂർവ്വം ചാട്ട് ചെയ്ത്, മനഃപൂർവ്വം. അയ്യേ ഇതെന്തൊരു ആക്ഷേപം, അയ്യോ നാണം കെട്ട മനുഷ്യൻ ജാസ്മിനെ. അത് കഴിഞ്ഞ ശേഷം പിന്നെ നടക്കുന്നത് ഭയങ്കര പ്രശ്നം നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെ വേറൊരു കാര്യം, അതായത് ജാസ്മിനും ഗബ്രിയും അർജുനും ശ്രീതും കൂടെ ഇരുന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെ മിമിക്ക് ചെയ്യാണ് പുറത്ത് വെച്ചിട്ട്. അപ്പം നമ്മുടെ ശ്രീരേഖ പല്ലിങ്ങനെ കുത്തുന്നു, അപ്പോൾ പല്ലിൻ്റെ ഇടയിലുള്ള ചിക്കൻ അങ്ങനെ മിമിക്ക് ചെയ്യാണ്, വോയിസ് കൊടുക്കുകയാണ്. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അത് കഴിഞ്ഞിട്ട് നോറ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അയാൾ കാണിച്ച് കൂട്ടിയത് കണ്ടില്ലേ? എന്ത് വൃത്തികെട്ട മനുഷ്യനാണ്, ക്യാപ്റ്റനാണ് പോലും. ക്യാപ്റ്റൻ ഇങ്ങനെയാണോ ചോദിക്കുന്നത്? പുള്ളിക്ക് പിന്നെ വളയിടണ്ടേ ശ്രീരേഖ? ആണോ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് അയാൾ. ഓ അങ്ങനെ ചോദിച്ചായിരുന്നു. പബ്ലിക് മാനേഴ്സ് അയാൾക്കില്ല. അപ്പൊ സിബിൻ പബ്ലിക്കായിട്ട് വളിവിട്ട തെറ്റാണ് മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അർജുൻ ടീം ഓസ്കാർ കിട്ടിയ പോലെയാണ് ജിൻഡോയുടെ ഇരിപ്പെന്ന് പറഞ്ഞ് അർജുനും ഗബ്രിയും ചിരിക്കുകയാണ്. അപ്പൊ നോറ അറിയാത്തയാണ്, ഇയൊക്കെ അറിയാത്തയാണോ? ഒന്ന് പോവണ്ടേ ഇറങ്ങി ജിൻഡോ. അതിന് അൻസിബ ചേട്ടാ ഇത് പണി കിട്ടും, നിങ്ങൾ അത് വിട്ടിട്ട് കിട്ടിയോന്ന് ചോദിച്ചില്ലേ, മതിയോന്ന് ചോദിച്ചില്ലേ, അപ്പൊ അത് ഭാവിയിൽ നിങ്ങൾക്ക് പ്രശ്നമാവും, നിങ്ങൾ സോറി പറഞ്ഞേക്ക്. അങ്ങനെ ജിൻഡോ സിബിൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ് നമുക്ക് സോറി പറയാം. അപ്പം നോറയുടെ അടുത്ത് പോയിട്ട് എടി ഞാൻ അങ്ങനെ കിട്ടിയോന്നോ മതിയോന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് മാപ്പ് പറയാണ്. അപ്പോൾ ജിൻഡോ ചേട്ടൻ പബ്ലിക്കായിട്ട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കരകാട്ടം ടാസ്ക് അറിയാലോ, ഇത് പിടിച്ച് ബാലൻസ് ചെയ്ത് നിൽക്കണം. ആദ്യത്തെ ടാസ്ക് അത് ക്യാൻസൽ ചെയ്തു, രണ്ടാമത്തെ ടാസ്ക്കാണ് നടത്തുന്നത്. അതിനകത്ത് എല്ലാവരും കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ട് തുടക്കമേ. കാര്യം ആദ്യം ആരും കറക്റ്റ് ജാസ്മിനൊന്നും കറക്റ്റായിട്ട് പിടിച്ചിട്ടായിരുന്നു ആദ്യത്തെ മാച്ചിൽ. രണ്ടാമത്തെ മാച്ചിൽ എല്ലാവരും കറക്റ്റായിട്ട് പിടിക്കുന്നു. ആദ്യം അർജുനാണ് പൊട്ടിപ്പോകുന്നത്, അഭിഷേക് പൊക്കി പിടിക്കുന്നു. അഭിഷേക് പൊക്കിയാണ് പിടിക്കുന്നത്. ജാസ്മിൻ ഔട്ടാവുന്നു, അൻസിബ ഔട്ടാവുന്നു, ശ്രീരേഖ ഔട്ടാവുന്നു, നോറ കൈ പൊത്തുന്നു താഴ്ത്തുന്നു. അത് കഴിഞ്ഞ് അപ്സര ഔട്ടാവുന്നു, റസ്മിൻ ഔട്ടാവുന്നു. ശ്രീതു ഒരുപാട് ട്രൈ ചെയ്തു, എന്നിട്ട് നടക്കുകയൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് റസ്മിൻ ഔട്ടായി. റസ്മിൻ ഓടി വന്നിട്ട് സായിനെയും അഭിഷേകിനെയും പ്രവോക്ക് ചെയ്യുന്നുണ്ട്. അഭിഷേക് കൈ താഴെ പോവുകയാണ്, പക്ഷെ പൊക്കി പിടിക്കുന്നുണ്ട്. ഏത് ശ്രീകുമാർ പൊക്കി പിടിക്കുന്നുണ്ട്. ഇവിടെ ഗബ്രി, അഭിഷേക് ആൻഡ് സായി 3 പേര് കട്ടയ്ക്ക് നിൽക്കുകയാണ്. റസ്മിൻ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ആരെ? സായിനെയും അഭിഷേകിന്റെ കൈ ഇങ്ങനെ പറയുന്നുണ്ട്, ഗബ്രിയുടെ കൈ ഇങ്ങനെ ചരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അവസാനം ഗബ്രിയുടെ കയ്യിൽ നിന്ന് വീഴുന്നു. അത് കഴിഞ്ഞ് അഭിഷേക്, അത് കഴിഞ്ഞ് സായി. അങ്ങനെ നെക്സ്റ്റ് ടീമാണ് ഇവിടെ വിജയിച്ചേക്കുന്നത്. സായിയാണ് വിജയിച്ചത്. നെക്സ്റ്റ് ടീമിന് 2 പോയിന്റ്, ഡെന്നിന് 1, ടണലിന് 0. അങ്ങനെ ടോട്ടൽ സ്കോറിൽ എല്ലാവർക്കും ഒരേപോലെ. അങ്ങനെ നാളെ ഇവരെല്ലാവരും ഒന്നിച്ച് മത്സരിക്കുമോ, എങ്ങനെ മത്സരിക്കുമെന്ന് കണ്ടറിയാം. എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി ബി ബി പ്ലസിൽ ഇന്നലെ രാത്രി അർജുൻ കരയുന്നതാണ് കാണിക്കുന്നത്. ശരണെ നാണക്കേട്, കരയല്ലേ മോനെ. അപ്പൊ എനിക്ക് തലവേന. അത് കഴിഞ്ഞ് മറ്റേ ബാത്റൂം ഏരിയയിലേക്ക് വരുന്നു. പിന്നെ അർജുൻ ശ്രീതു കോംബോ വർക്കൗട്ട് ആവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊരു കോംബോ ആവാനുള്ള പരിപാടിയാണ്. പക്ഷെ അവർ രണ്ടുപേരും ഒന്നിച്ച് നോമിനേഷനിൽ വന്ന ശ്രീതുവിന് പണി കിട്ടും. ഇപ്പം അർജുൻ്റെ വോട്ട് പോലെ ശ്രീതുവിന് ഒരുപാട് കിട്ടുന്നുണ്ട്. ഇനി അതെനിക്കറിയില്ല, അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് വന്നാൽ പണി കിട്ടും. ജസ്റ്റ് ലൈക്ക് ജാസ്മിൻ ആൻഡ് ഗബ്രിയും വന്നു കഴിഞ്ഞാൽ ജാസ്മിനാണ് വോട്ട് കിട്ടുക. അർജുനും ശ്രീതും വന്നു കഴിഞ്ഞാൽ അർജുനാണ് വോട്ട് കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത് പോളിനകത്തൊക്കെ. അപ്പൊ ശ്രീതു എന്നാച്ച് വീട്ടിലെ കാര്യം ആലോചിച്ച് പറ, ഇവിടുത്തെ കാര്യമാണോ? ഇല്ലല്ല, വീട്ടിലെ കാര്യം പറ. നീ ഇങ്ങനെ ജാൻമണിയെ പോലെ ചെയ്തതൊക്കെയാണോ വിഷമാവെന്ന് വിചാരിച്ചിട്ടാണോ? ഒന്നുമില്ല എന്ന് പറയുന്നു. ശരണ്യ ശ്രീധുനോട് കിച്ചണിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശ്രീധു പറയണത് നീ പറ നീ മ്യൂട്ട് എന്ന് പറ. അപ്പം ശരണ്യ എല്ലാവരും മ്യൂട്ട്. അപ്പം ഗബ്രിയൊക്കെ പാട്ടും ഡാൻസും ഒക്കെയാണ്, എല്ലാവരും മ്യൂട്ട്. ഓക്കെ, ഗബ്രി അപ്പോൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യ അപ്സര ആംഗ്യ ഭാഷയിലൊക്കെ കാണിക്കുന്നു. അപ്പോൾ ശരണ്യ അപ്സര ഹാൻഡ്സ് അപ്പ് എന്നൊക്കെ പറഞ്ഞ് പണിഷ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നു. നല്ല രസമുണ്ട് അവരുടെ. ശ്രീതു അർജുനും കൂടെ ഓടിക്കളിക്കുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കുന്നു. സിബിൻ മൈക്ക് ധരിച്ചിട്ടില്ല, തീർന്ന്. സിബിൻ മൈക്ക് അവിടെ. അപ്പോൾ സിബിൻ എൻ്റെ പൊന്ന് ബിഗ് ബോസേ ഒരു ആംഗ്യമെങ്കിലും കാണിച്ചുകൂടായിരുന്നോ, എന്നെ തീർത്ത് കളഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അൻസിബ വിഷുക്കണി വരെ ആൾക്കാർ മോട്ടിച്ചു. ചക്കയൊക്കെ നമ്മൾ എടുത്തു, ചക്കയല്ല കണ്ണാടി വരെ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോയി. ആണോ? അങ്ങനെ ലൈറ്റ്സ് ഓഫ് ചെയ്യുന്നു. പണ്ടൊക്കെ ലൈറ്റ്സ് ഓഫ് ചെയ്യുമ്പോൾ കാണിക്കുന്നത് ജബ്രി കോമ്പോനെയാണ്. ഇപ്പം അവരെ കടത്തിപ്പെട്ടി നമ്മുടെ ശ്രീജുൻ കോംബോ വന്നിട്ടുണ്ട്. അതായത് അർജുൻ ശ്രീതു. അതുപോലെ എന്താണ് നിനക്കൊരു വിഷമമുണ്ട്, ഞാൻ പറയട്ടെ, എന്താണ് ഇത്ര പൊസസീവ്നെസ്? ഒന്നുമില്ല. അല്ല എന്തോ ഉണ്ട്. സിബിൻ ചേട്ടൻ ഒഴിച്ചിട്ടാണോ പൊസസീവ്നെസ്? അങ്ങനെയൊന്നുമില്ല, അയാൾ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടുള്ള വിഷമം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത് മോർണിംഗ് ആക്ടിവിറ്റി. ഇന്ന് നടന്ന മോർണിംഗ് ആക്ടിവിറ്റിയിൽ മെയിനായിട്ടുണ്ടായിരുന്നത് ഒരു ഗിഫ്റ്റ് കൊടുക്കുക.
ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ജിൻഡോ ജാസ്മിന് കൊടുക്കുന്ന ഗിഫ്റ്റ് സോപ്പാണ്. 3 നേരം അലച്ച് നരച്ച് കുളിക്ക്. അൻസിബ റസ്മിന് കൊടുക്കുന്നത് സ്പോഞ്ച് ബോളാണ്. നിങ്ങൾ ദേഷ്യം വരുമ്പോൾ ഇറുക്കി പിടിച്ചോ. ജാസ്മിൻ ശ്രീദേവിക്ക് കൊടുക്കുന്നത് ഒരു സ്ലേറ്റ്. നിലപാടുകളൊക്കെ എഴുതി വെച്ചോ. അത് കഴിഞ്ഞ് അഭിഷേക് കെ ജാസ്മിന് കൊടുക്കുന്നത് ഒരു സ്റ്റാൻഡാണ്. കുറേ സ്റ്റാൻഡുകളുണ്ട്. ബ്യൂട്ടി ബ്ലോഗറായ ജാസ്മിൻ ജിൻഡോനെ മത്സ്യകന്യകൻ എന്ന് വിളിച്ചു. അത് ശരിയായില്ല. അർജുൻ ഋഷിക്ക് കൊടുക്കുന്നത് ഒരു നിപ്പിളും അതുപോലെ ഗോൾഡൻ സ്പൂണുമാണ്. പൂജ ജിൻഡോയ്ക്ക് കൊടുക്കുന്നത് ചന്ദനത്തിരി സൂര്യ നമസ്കാരം ചെയ്യാൻ. ഋഷി അർജുന് കൊടുക്കുന്നത് മേക്കപ്പ് റിമൂവർ. സായി ഋഷിക്ക് കൊടുക്കുന്നത് ലൈ ഡിറ്റക്ടർ. ആരെങ്കിലും എന്തൊക്കെ പറയുകയാണെങ്കിൽ സത്യമോ കള്ളമോ എന്ന് അറിയാൻ വേണ്ടി അത് സൂപ്പറായിരുന്നേ. അത് കഴിഞ്ഞ് ജാൻമണി അൻസിബയ്ക്ക് ടേപ്പ് റെക്കോർഡർ. ഇനിയാണ് കോർട്ട് റൂം. കോർട്ട് റൂമിൽ സിബിൻ പറയാണ് നമുക്ക് മോഡറേറ്ററായിട്ട് ശരണ്യെ വെക്കാം. ശരണ്യ മോഡറേറ്ററായിട്ട് വരുന്നു. ആദ്യം ജാസ്മിൻ കേസ് പ്രസന്റ് ചെയ്യുന്നു. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്യാപ്റ്റന് റെസ്പെക്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയാളെ പുള്ളി എന്ന് വിളിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു പുള്ളിയെന്ന് പറ്റത്തില്ല, ഞാൻ സാധാരണ കാക്കാന്നും നിങ്ങളെന്നും മനുഷ്യൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഒരു സ്ത്രീ എന്ന് വിളിച്ചത് തെറ്റാണെന്ന് ആദ്യം ഈ ശ്രീരേഖ ചേച്ചി പറഞ്ഞു. പിന്നെ വൈൽഡ് കാർഡ് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി സ്ത്രീ എന്ന് പറയാൻ വിളിച്ചത് തെറ്റല്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും. ഞാൻ പുള്ളി എന്ന് വിളിച്ചത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പുള്ളി എന്നെ കാലേ വാരി നിലത്തടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ ഒരു സംഭവം വന്നാൽ അയാൾ എന്നെ കാലേ വാരി നിലത്തടിക്കില്ലേ? അപ്പോൾ നോറ കാലേ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ജിൻഡോ പറയുന്നു ഞാൻ ഇവിടെ റസ്മിൻ വന്ന് എന്നോട് ചോദിച്ചു, ഞാൻ അപ്പം ക്യാപ്റ്റൻ ആയിട്ടില്ല. ശരിയാണ്, ജിൻഡോ അപ്പം ക്യാപ്റ്റൻ ആയിട്ടില്ല. ജാസ്മിനാണ് അപ്പം ക്യാപ്റ്റൻ. ജാസ്മിനാണ് കാര്യം. അന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി ചെയ്തത് ജാസ്മിനാണ്, അല്ലാതെ ജിൻഡോ അല്ല. ജിൻഡോ അന്ന് വൈകുന്നേരമാണ് ജിൻഡോനെ ക്യാപ്റ്റൻഷിപ്പ് കൊടുത്തത്. അപ്പം ജിൻഡോ പറയാണ് റസ്മിൻ എന്നോട് പറഞ്ഞ് 2 ദിവസത്തേക്ക് ജാസ്മിനെ വെറുതെ വിടണമെന്ന്. ശരി ശരി, പക്ഷെ അവൾ എൻ്റെ മേലെ കയറിയാൽ ഞാൻ അവളെ കാലേ വാരി നടച്ചേനെ എന്നാണ് പറഞ്ഞത്. നേരെ എടുത്തടിക്കും എന്ന് പറഞ്ഞത് അതിനെ തിരിച്ചു പറഞ്ഞതേ ഉള്ളൂ. ഞാനത് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ വേറെ ഒന്ന് കാലേ വാരി നിലത്തടിക്കാൻ ഞാൻ സൂപ്പർമാനൊന്നും അല്ല. അപ്പം ജാസ്മിൻ ഇങ്ങേരോട് ഇയാൾ എന്താണ് സ്റ്റോർ റൂമിൽ പലതരത്തിലുള്ള കത്തുകൾ വരും. അപ്പം ഞാൻ ടാസ്ക് ലെറ്റർ വായിച്ച് നിങ്ങൾ തന്നെയാണ് ടാസ്ക് ലെറ്റർ വായിക്കേണ്ടത്, നിങ്ങൾ തന്നെ ടാസ്ക് ലെറ്റർ എടുത്തു വെക്കേണ്ടത് ഇങ്ങനെ ഉപദേശിക്കുകയായിരുന്നു. അതാണ് ഞാൻ ചെയ്തത്, അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ജിൻഡോ ക്യാപ്റ്റൻ ഞാൻ ആയിട്ടില്ല, ഞാൻ അപ്പം ആയിട്ടില്ല. പക്ഷെ അന്ന് രാവിലെ തൊട്ട് ഈ ജാസ്മിനെ ചൊറിയാൻ തുടങ്ങിയായിരുന്നു. അപ്പം ജാസ്മിൻ ശരി ഞാനത് അംഗീകരിക്കുന്നു. അപ്പോൾ ജിൻഡോ ഇവൾ എൻ്റെ അനിയത്തിയെ പോലെയാണ്, ഞാൻ ഒരാളുടെയും ഇത് പിടിക്കുന്നില്ല. പക്ഷേ ഞാൻ കാലേ വാരി നിലത്തടിക്കുന്നു പറഞ്ഞാൽ ഞാൻ അടിക്കുമോ? ഒരിക്കലും അടിക്കില്ല. ഞാനിവിടെ ആരെയും തൊട്ടിട്ട് പോലുമില്ല. അവസാനം വോട്ടെടുക്കുന്നു. നോക്കുമ്പോൾ എല്ലാവരും 7-8 വോട്ടാണ് കിട്ടുന്നത്. 7 പേര് ജാസ്മിൻ്റെ കൂടെയും 8 പേര് ജിൻഡോയുടെ കൂടെയും. അങ്ങനെ ജിൻഡോ കുറ്റവിമുക്തൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ കോർട്ട് റൂമിൻ്റെ സംഭവവും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇത് കഴിഞ്ഞ് ഇത്രയും സംഭവങ്ങളാണ് ഇന്ന് BB+ നടന്ന കാര്യങ്ങൾ. മോർണിംഗ് ആക്ടിവിറ്റി, കോർട്ട് റൂം എല്ലാം. അപ്പം നാളെ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, പ്രൊമോ അപ്ഡേറ്റ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.